Hi students, welcome to LN. Today we are doing the exercise questions of page 217. Now we will start with the fourth question. Okay. നാലാമത്തെ ചോദ്യം. In the figure, the midpoints of large quadrilateral are joined to form a small quadrilateral within. നോക്കിക്കേ, വലിയ ക്വാഡ്രിലാറ്ററിന്റെ മിഡ് പോയിന്റ് എല്ലാം ജോയിൻ ചെയ്ത് ഒരു ചെറിയൊരു ക്വാഡ്രിലാറ്റർ അകത്തുണ്ടാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ മിഡ് പോയിന്റ് എല്ലാം കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. കൂടാതെ വലിയ ക്വാഡ്രിലാറ്ററിന്റെ ഒരു കോർഡിനേറ്റും തന്നിട്ടുണ്ട്. എന്താ ചോദിക്കും? ഫൈൻഡ് ദ കോർഡിനേറ്റ് ഓഫ് ഫോർത്ത് വെർട്ടെക്സ്. അപ്പം ഇവിടെ നാലാമത്തെ വെർട്ടെക്സിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അതായത് പിയുടെ തന്നിട്ടില്ല, പിയുടെ മിഡ് പോയിന്റ് തന്നിട്ടില്ല. പിന്നെ വലുതിന്റെ ഒരെണ്ണം തന്നിട്ടുണ്ട്, ബാക്കി മൂന്നെണ്ണത്തിന്റെയും കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ മിഡ് പോയിന്റ് വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പം മിഡ് പോയിന്റ് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്, ഈ മിഡ് പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം എ ഡി എന്ന സൈഡ് എടുക്കാം. മിഡ് പോയിന്റ് വെച്ച് തന്നെ ചെയ്യുന്നു. ഒന്നാമത്തെ ചോദ്യം, മിഡ് പോയിന്റ് ഓഫ് എ ഡി എത്രയും തന്നിട്ടുണ്ട്? 3 തന്നിട്ടുണ്ട്. പക്ഷെ ഈ മിഡ് പോയിന്റ് കിട്ടിയത് എങ്ങനെ? ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ഇതിന്റെ എക്സ് കോർഡിനേറ്റും ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2. അത് കണക്ക് വൈ കോർഡിനേറ്റും വൈ കോർഡിനേറ്റ് ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2. അങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ എക്സ് കോർഡിനേറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് എക്സും വൈ എന്ന് എടുക്കാം. അപ്പം 2 + x / 2 = 3. അത് കണക്ക് വൈ കോർഡിനേറ്റ് എന്താ എഴുതാം? 1 + y / 2 = 3. രണ്ടിടത്തും 3 തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 വരും, എക്സ് 4 എന്ന് കിട്ടും. എക്സ് = 4. വൈ ഇവിടെ എത്ര കിട്ടും? 3 2 6, 6ൽ നിന്ന് 1 പോയാൽ 5. വൈ = 5. അപ്പോൾ ഡിയുടെ കോർഡിനേറ്റ്സ് കിട്ടി. ഡിയുടെ കോർഡിനേറ്റ്സ് എന്താ കിട്ടി? 4 5 എന്ന് കിട്ടി. ഇതുപോലെ ഓരോന്നും നമുക്ക് കണ്ടുപിടിക്കണം. അടുത്തത് നമുക്ക് എന്താണ്? മിഡ് പോയിന്റ് ഓഫ് സി ഡി. ഇപ്പൊ ഡി കിട്ടിയില്ലേ, ഇനി മിഡ് പോയിന്റ് ഓഫ് സി ഡി. സി ഡി എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ 4, അതും എക്സ് തന്നെ എടുക്കുക. 4 + x / 2. 4 + x / 2. പിന്നെ അടുത്ത 4 + x / 2 എത്ര? = 6. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഞാൻ ഇതങ്ങ് മായ്ക്കാം. മായ്ച്ചിട്ട് ക്വസ്റ്റ്യൻ മൊത്തം മായ്ച്ചിട്ട് ഫിഗർ നിർത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇപ്പൊ ചോദ്യം മായ്ച്ച് ഇനി മുകളിലോട്ട് നമുക്ക് എഴുതാം. മിഡ് പോയിന്റ് ഓഫ് എ ഡി ഉണ്ട്. ഇനി അടുത്ത മിഡ് പോയിന്റ് ഓഫ് സി ഡി. മിഡ് പോയിന്റ് ഓഫ് സി ഡി, അത് ഈ ഡിയും കൂടെ ചേർത്ത് വേണം എടുക്കാൻ. 4 + x / 2 = 6. 4 + x / 2 = 6. അടുത്ത 5 + y / 2 = 6. 5 + y / 2 = 6. ഓക്കെ, ഇതിൽ നിന്ന് എക്സ് എന്താ കിട്ടും? 6 ഉണ്ട്, 12, 12 4 പോയ 8. എക്സ് = 8. വൈ എത്ര കിട്ടും? 6 12 5 പോയാൽ 7. അപ്പം കോർഡിനേറ്റ് ഓഫ് സി, സിയുടെ കോർഡിനേറ്റ് കിട്ടി 8 7. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് മിഡ് പോയിന്റ് ഓഫ് ബി സി കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ് തന്നിരിക്കുന്നതെന്ന് തുടങ്ങിയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. മിഡ് പോയിന്റ് ഓഫ് ബി സി. അപ്പോൾ ഇപ്പോൾ കിട്ടിയ സി കൂടെ എടുക്കണം. 8 + x / 2 = 9. 8 + x / 2 = 9. പിന്നെ y കോർഡിനേറ്റ് എന്താണ്? 7. 7 + y / 2 = 5.
എത്ര കിട്ടും? എക്സ് എത്ര കിട്ടും? 9 2 18. 18 നിന്ന് 8 പോയാൽ എത്ര കിട്ടും? 10. ഇവിടെ വൈ മെൻ്റലായിട്ട് കുറേയൊക്കെ ചെയ്യാം കേട്ടോ. 10 10 നിന്ന് 7 പോയാൽ 3. അപ്പം നമുക്ക് കോർഡിനേറ്റ് ഓഫ് എന്ത് കിട്ടും? എന്താ കിട്ടുന്നത്? ഡി കിട്ടി, സി കിട്ടി. ഇനിയിപ്പോൾ ഏതാ കിട്ടുന്നത്? ബി. ബി ഈസ് 10 3. ഇനി അടുത്തത് എ ബി. എ ബി ഈസ് ഇവിടെ 10 3 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റ് പി കണ്ടുപിടിക്കുക അല്ലേ? മിഡ് പോയിന്റ് ഓഫ് എ ബി, ദറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു 10 plus 2 by 2, that is 12 by 2, 6. 1 plus 3 by 2, that is 4 by 2. അപ്പം നോക്കിക്കേ, എല്ലാം കിട്ടിക്കഴിഞ്ഞല്ലേ? അപ്പം 4th വെർട്ടെക്സ് എത്ര? 6 2. 4th വെർട്ടെക്സ് 6 2. പിന്നെ അത് കോർഡിനേറ്റ്സ് ഓഫ് അതർ 3 വെർട്ടീസസ് നമ്മൾ കണ്ടുപിടിച്ചല്ലേ? ഇത് ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ. ഇനി സെക്കൻഡ് പാർട്ടിൻ്റെത് കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? ഏതാന്നിട്ടുണ്ടായിരുന്നു? ബി എത്ര? ബി 10 3. സി എത്ര? സി എത്ര കിട്ടിയ? 8 7. 8 7. സി 8 7. ഡി 4 5. ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. അല്ല, നാലാമത്തെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത് 5ാമത്തെ ചോദ്യം. ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം. ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ആർ 3 5 9 13 10 6. Prove that this triangle is isosceles. Calculate its area. Isosceles ആണെങ്കിൽ 2 സൈഡ് ഈക്വൽ ആയാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാ വെർട്ടിസസും തന്നിട്ടുണ്ട്, കോർഡിനേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ദ ഏരിയ ഓൾസോ. അപ്പോൾ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് എ ബി ഈക്വൽസ് റൂട്ട് ഓഫ് 3 - 9 the whole square plus 5 - 13 whole square. അപ്പോൾ എത്ര കിട്ടും? 3 - 9 is -6. 6 square is 36. Root of 36 plus 5 - 13 is -8 square is 64. Root of 100 equals 10. Okay. എ ബി കിട്ടി. ഇനി അതുപോലെ ബി സി ഈക്വൽസ് റൂട്ട് ഓഫ് 9 - 10 ഹോൾ സ്ക്വയർ ഓർ 10 - 9. 9 - 10 whole square plus 13 - 6 whole square equal root of, it is 1 square is 1. 1 plus here 3 - 6 3 square, that is 3 square is 9. 1 square plus 13, not 3. 13 - 6 is 7. That is 1 plus 7, 7 square is 49. 1 plus 49 equals root 50. കുറച്ചുകൂടെ നീക്കി എഴുതാം. റൂട്ട് 50 എന്ന് കിട്ടും ബി സി. ഇനി അതുപോലെ എ സി കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് എ സി 10 - 3 whole square 6 - 5 whole square. 10 - 3 is 7. 7 square is 49 plus 6 - 1 square is 1. Root of 50. അപ്പോൾ 2 സൈഡ് ഈക്വൽ ആണ് കിട്ടി. നോക്കിക്കേ. Therefore it is isosceles. BC is equal to AC. Therefore it is
therefore it is isosceles triangle. ഇനി അടുത്ത ഏരിയ ആണ്. ഏരിയ മീൻസ് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് സി ഡി നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? സി ഡി എത്രയാണ്? ഈ രണ്ട് സൈഡ് എത്രയെന്ന് കിട്ടി? രണ്ട് സൈഡ് ഈക്വൽ √50 അല്ലേ? √50 പെർപെൻഡിക്കുലർ ബൈസെക്സ്. അപ്പം ഇവിടെ എത്ര കിട്ടിയാൽ നമുക്ക് 10ന്റെ പകുതി ആയിരിക്കും അല്ലേ? ഇവിടെ 5, ഇവിടെയും 5 വരും. അപ്പം എ ഡി ഈക്വൽസ്, എ ഡി എങ്ങനെ കണ്ടുപിടിക്കും? എ ഡി ഈക്വൽസ് റൂട്ട് ഓഫ് AD equals, right here, AD equals root of √50 whole square minus പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ 5 സ്ക്വയർ ഈക്വൽസ് √50 square is 50. 50 minus 25 is √25 equals 5. നമുക്കിപ്പോൾ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈക്വൽസ് ഹാഫ് ഇൻറ്റു ബേസ്. ബേസ് എത്ര? 10 ഇൻറ്റു ഹൈറ്റ് എത്ര? 5. അപ്പോൾ എത്ര ഇട്ട് ആൻസർ? കട്ട് ചെയ്ത് പോകുമ്പോൾ 25. ഇവിടെ എന്താണ്? മീറ്ററിലാണോ? ഇല്ല, 25 യൂണിറ്റ്സ് എന്ന് സ്ക്വയർ യൂണിറ്റ്സ് എന്ന് എഴുതിയാൽ മതി. ഓർ ക്യാൻ റൈറ്റ് if it is we have coordinates, no, so we can write this way 25 square units. Okay, ആറാമത്തെ ചോദ്യം. The center of a circle is 1, 2 and a point on it is 3, 2. Find the coordinate at the other end of the diameter through this point. അതായത് സർക്കിള് ഡയമീറ്റർ സെൻറ്റർ തന്നിട്ടുണ്ട് 1, 2, ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 3, 2. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കത് XY എന്ന് എടുക്കാം. മിഡ് പോയിന്റിന്റെ ഫോർമുല ഉപയോഗിച്ചാൽ മതി. മിഡ് പോയിന്റ് ഓഫ് ഡയമീറ്റർ തന്നിട്ടുണ്ട് 1, 2. മിഡ് പോയിന്റ് എങ്ങനെ കിട്ടുക? എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2, വൈ കോർഡിനേറ്റ് ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ 2. അപ്പം നമുക്ക് എഴുതാം x + 3/2 എത്രയാണ്? ഈക്വൽസ് 1. y + 2/2 ഈക്വൽസ് 2. അപ്പോൾ ഇതിൽ നമുക്ക് x കിട്ടും. എത്ര കിട്ടും? 2 മൈനസ് 3 എത്ര വരും? -1. ഇവിടെ ഈ 2 4, 4 2 പോയാൽ 2 കിട്ടും. അപ്പം other end, therefore the other end is, coordinate of other end is -1, 2. ഓക്കെ, അപ്പോൾ ഈ എക്സസൈസ് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.